കുറ്റക്കാരെ തുണച്ചവരാരാണ്? അവരെന്തുകൊണ്ട് വെറുതെ പോകുന്നു? നിയമത്തിൻ്റെ ഈ കൊറ്റി എന്തുകൊണ്ടാണ് വൻ മീനുകളെ വെറുതെ വിടുകയും ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കുക ചെയ്തതെന്ന് ചോദ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ പലതും ബാക്കിയുണ്ടാകും. അത് കിട്ടിയേ തീരൂ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പൊന്തി വരാൻ പോകുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ആ മെമ്മറി കാർഡ് ഉണ്ടല്ലോ, അതെന്ത് പറ്റി? ഈ കേസിലെ സുപ്രധാനമായ ഒരു ഘടകമായി തൊണ്ടിയായോ തെളിവായോ എല്ലാം ചൂണ്ടിക്കാണിക്കപ്പെട്ട മെമ്മറി കാർഡ്സ് അത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിലായിരുന്നു. ആ കാർഡ് ആരെല്ലാം കണ്ടു? എങ്ങനെ കാണിച്ചു കൊടുത്തു? ഒരു പെണ്ണിൻ്റെ അന്തസ്സിന് ഇതാണോ വില? ആ ചോദ്യത്തിന് അവഗണിക്കാൻ പറ്റില്ല. ഏറ്റവും നിഷ്ഠുരമായി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത മെമ്മറി കാർഡ്സ്. ആ മെമ്മറി കാർഡാണ് ആരെല്ലാമോ കണ്ടത്. അവർക്ക് കാണാൻ വേണ്ടി എങ്ങനെയാണ് അവസരമുണ്ടാക്കിയത്? ആരാണ് അവസരമുണ്ടാക്കിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വേണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പീൽ കോടതിയിലെ വിചാരണയും വിധിയുമെല്ലാം നിർണായകമായി തീരുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുകയാണ്. ഒന്നുറപ്പാണ്, നീതിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിൽ ആ പെൺകുട്ടിക്കൊപ്പം ഈ കേരളത്തിൻ്റെ നീതിബോധമുള്ള എല്ലാ മനുഷ്യരും എന്നും ഉറപ്പാട് നിൽക്കും. അവൾ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിരാശപ്പെടാതെ, തളർന്നു പോകാതെ, കണ്ണീർ പൊഴിക്കാതെ അന്തസ്സുള്ള സ്ത്രീയെപ്പോലെ, പെണ്ണിനെപ്പോലെ അവൾ പോരാടുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുകയാണ്. വീണ്ടും ഒരു ചോദ്യം ബാക്കി വരികയാണ്. എന്താണ് ഒരു പെണ്ണിൻ്റെ മാനത്തിൻ്റെ വില? ആ വില ആരാ കൽപ്പിച്ചിരിക്കുന്നത്? ഈ വിലയൊക്കെ എത്രയോ തുച്ഛമാണ്. 5 ലക്ഷമോ 50 ലക്ഷമോ അതിനേക്കാളും കവിഞ്ഞ ലക്ഷമോ എല്ലാം കൊടുത്താലും ഒരു പെണ്ണിൻ്റെ മാനത്തിന് വിലയിടാൻ ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ട് ആ വിധി പ്രസ്താവനയിലെ ഈ മാനത്തിൻ്റെ വിലയെപ്പറ്റി പറഞ്ഞ ഭാഗത്തെ ഈ സംസ്ഥാനത്ത് ജനങ്ങൾ പറയുന്നു കഷ്ടമെന്ന് വിളിക്കും. കഷ്ടം, അത് ഞാനും ആവർത്തിക്കുന്നു. ഒരു കാര്യം, വിധിയെ വിമർശിക്കുമ്പോഴും 8 വർഷമാണ് വിചാരണയ്ക്കകത്ത് പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടാതെ പോയത്. താങ്കൾ കൂടി ഉൾപ്പെടുന്ന സർക്കാർ ഭരിക്കുന്ന പ്രോസിക്യൂഷന് വീഴ്ചയില്ല. എന്തുകൊണ്ടല്ല? പ്രോസിക്യൂഷൻ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള എല്ലാ ശേഷിയും അവിടെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്തുകയും ചെയ്യും. പ്രോസിക്യൂഷനിൽ നിലക്കൊണ്ടത് ശിക്ഷയ്ക്ക് വേണ്ടിയാണ്. എപ്പോഴും അതെ. പ്രതി വളരെ കരുത്തനായ ഒരു അഭിഭാഷകനെ പ്രതി വാദിക്കാൻ ഇറക്കിയപ്പോൾ സർക്കാരിന് എത്രയോ കേസുകൾ പുറത്തുനിന്ന് നല്ല അഭിഭാഷകരെ കൊണ്ടുവരാമായിരുന്നു. ഇതിനകത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പുറത്തുനിന്ന് പ്രഗത്ഭരായ ക്രിമിനൽ അഭിഭാഷകരെ കൊണ്ടുവന്ന് ഈ കേസ് നിങ്ങൾ നടത്തിക്കായിരുന്നത്? സർക്കാർ അപ്പീൽ പോകുമ്പോൾ വ്യക്തമാകുന്നത് സർക്കാരിൻ്റെ നിശ്ചയമാണ്, ദൃഢനിശ്ചയമാണ്, നിലപാടാണ്. അതുകൊണ്ട് തന്നെ ആ സർക്കാർ ഈ പറയുന്ന എല്ലാ പഴുതുമടച്ചുകൊണ്ടായിരിക്കും അപ്പീൽ കോടതിയിൽ ഈ കേസിന് വേണ്ടി പോരാടുന്നത്.